നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് തുർക്കി നൽകിയ പിന്തുണയുടെ പേരിൽ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാന്റെ മകൾ സുമയ്യ ബെയ്റക്തിനെ തിരിച്ചടി നേരിടേണ്ടി വരുന്നു എന്നതായിരുന്നു ഇന്നലെയെല്ലാം പുറത്തുവന്ന ഒരു വാർത്ത. എന്നാൽ ഇന്നു മുതൽ ഇത് പാടെ തള്ളിക്കൊണ്ട് തന്നെയാണ് എർദോഗനും കുടുംബവും രംഗത്തെത്തുന്നത്. തങ്ങൾക്ക് ഈ പറഞ്ഞ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. തന്റെ കുടുംബത്തിനും ഈ പറയുന്ന കമ്പനിയുമായും യാതൊരു ബന്ധവുമില്ല എന്ന് പാടെ തള്ളിക്കൊണ്ടെത്തിയിരിക്കുന്ന എർദോഗന്റെ പ്രസ്താവന തന്നെയാണ് തുർക്കി രാജ്യത്തിന് ഇപ്പോൾ ചെറിയൊരു ഒളിമറയുണ്ടോ എന്ന കാര്യം പോലും സംശയിക്കേണ്ടത്. സുമയ്യ ബെയ്റക്തറിന്റെ ഉടമസ്ഥയിലുള്ള സെലേബി ഏവിയേഷൻ എന്ന കമ്പനിക്ക് ഇന്ത്യയിലെ സുപ്രധാന വിമാനത്താവളങ്ങളിലെ പ്രവർത്തനാനുമതി റദ്ദാക്കി എന്നാണ് പറയുന്നത്. 39 വയസ്സുകാരിയായ സുമയ്യ ഒരു വ്യവസായിയും സെലേബി ഏവിയേഷന്റെ ഉടമകളിൽ ഒരാളുമായിരുന്നു എന്നാണ് ഇന്നലെ വരെയുള്ള കണ്ടെത്തലുകളിൽ പറയുന്ന കാര്യങ്ങൾ. ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സെലേബി ഏവിയേഷന്റെ ഉടമകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിവരണം ലഭിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ എർദോഗന്റെ മകളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ വളരെയധികം വിഷയമായി മാറും എന്ന് പറയുന്നു. ഈ കമ്പനി ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ്, ചെന്നൈ, അഹമ്മദാബാദ്, ഗോവ, കൊച്ചി, കാൺപൂർ എന്നീ 9 ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെ സുരക്ഷാപരമായ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോലികൾ കൈകാര്യം ചെയ്യുന്നതാണെന്ന് പറയണം. അതായത് ഇന്ത്യയുടെ പ്രധാന എയർപോർട്ടുകൾ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് ജനങ്ങൾ വന്നു പോകുന്ന എയർപോർട്ടുകളിലൊക്കെ പ്രധാനമായിട്ടുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോലികൾ ചെയ്യുന്ന വ്യക്തികളാണെന്ന് പറയണം. സെലേബി ഏവിയേഷന്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള സെലേബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ ലിമിറ്റഡ് സേവനങ്ങളാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി, അതായത് BCAS റദ്ദാക്കിയത്. ദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ BCCSലെ ജോയിന്റ് ഡയറക്ടർ സുനിൽ യാദവ് ബുധനാഴ്ച കമ്പനിക്ക് നൽകിയിരുന്ന സുരക്ഷാ ക്ലിയറൻസ് ഉടനടി പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ റദ്ദാക്കിയത്. യാത്രക്കാരുടെ സേവനങ്ങൾ, ലോഡ് നിയന്ത്രണങ്ങൾ, ഫ്ലൈറ്റ് ഓപ്പറേഷൻ, റാം സർവീസുകൾ, ജനറൽ ഏവിയേഷൻ സർവീസുകൾ എന്നിവയെല്ലാമാണ് സെലേബി കൈകാര്യം ചെയ്തിരുന്ന ഓരോ മേഖലകൾ. സെലേബിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ പറയുന്നത് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ 3 വ്യത്യസ്ത സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ഇവർ ഇത്രയും വേഗം വളർന്നത് എന്ന് വേണം പറയാൻ. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മികച്ച സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു സംയുക്ത സംരംഭത്തിലൂടെയാണ് സെലേബി ആദ്യമായി തന്നെ ഇന്ത്യയിൽ ചുവടുറപ്പിച്ചത് എന്ന് പറയാം. ഇതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി സെലേബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ എന്നും കാർഗോ സേവനങ്ങൾക്കായി തന്നെ സെലേബി ഡൽഹി കാർഗോ ടെർമിനൽ മാനേജ്മെന്റ് ഇന്ത്യ എന്ന പേരിലും കമ്പനി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തന്നെ മുംബൈ, ഡൽഹി എന്നിവ കൂടാതെ കൊച്ചി, കണ്ണൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഗോവ, അഹമ്മദാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തന്നെ സെലേബി തങ്ങളുടെ പ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നിൽ തന്നെ വളരെയധികം നന്നായി പ്രവർത്തിക്കുന്ന ഒരാളുടെ തലയുണ്ട് എന്ന് പറഞ്ഞേ മതിയാകും. എർദോഗന്റെ മകൾ എന്ന് പറഞ്ഞ വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടി വിവാഹം കഴിച്ചിരിക്കുന്നത് തുർക്കിയിലെ വ്യവസായിയായ ഓസ്ഡമിർ ബെയ്റക്തറിന്റെ മകൻ സെൽകുക് ബെയ്റക്തറിനെയാണ്. സെൽകുക് ബെയ്റക്തർ അക്കിൻസി എന്ന അത്യാധുനിക ഡ്രോൺ നിർമ്മിക്കുന്ന ബെയ്റക്തർ ഡിഫൻസ് എന്ന കമ്പനിയുടെ ഉടമ കൂടിയാണ്. ഈ ഡ്രോണുകൾ പാകിസ്ഥാനിലേക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയുടെ പ്രധാന വ്യോമ താവളങ്ങളൊക്കെ തന്നെയും ആക്രമിക്കാൻ 500-ലധികം ബെയ്റക്തർ ഡ്രോണുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചു. പ്രതിരോധ ഇടപാടുകളിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ പ്രസിഡന്റ് എർദോഗാനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും എങ്ങനെ ലഭിക്കുന്നു എന്നതും ഈ സംഭവം വെളിപ്പെടുത്തുന്നു എന്ന് പറയും. തുർക്കിയുടെ ഈ നീക്കത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചതായി തന്നെ സൂചനയുണ്ട്. സുരക്ഷാപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതായി തന്നെ ആ ഭാഗമായി സെലേബി ഏവിയേഷന്റെ അനുമതി റദ്ദാക്കി എന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പിന്നാലെ തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് സുരക്ഷാ അനുമതി നിഷേധിച്ച് ഇന്ത്യൻ ലോകത്തിന് നൽകുന്ന സന്ദേശമാണിതെന്ന് കൂടി പറയാം.